ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വലിയ ആഴ്ചയുടെ വിശുദ്ധ വാരത്തിൻ്റെ പ്രാരംഭ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ഈ ദിനങ്ങളുടെ വിശുദ്ധിയും ചൈതന്യവും ആശംസിക്കുന്നു. സാധാരണ വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ മടിയുള്ളവർ പോലും അവസാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതും വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിലും കുരുത്തോല വാങ്ങാതെ എങ്ങനെയാ തിരിച്ചു പോവുക എന്ന് കരുതി അത് 1, 2, 3 ഒക്കെ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതൊക്കെ പതിവുള്ള കാഴ്ചകളാണ്. നമുക്ക് നമ്മുടെ മനസ്സിനോട് ചേർന്ന ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്ന ഈ വിശുദ്ധ വാരത്തിലെ ഒരു വേള ഏറെ പേർ പ്രശംസിക്കുകയും 5 ദിവസങ്ങൾക്ക് ശേഷം കൂടെ നിന്ന് സ്തുതിച്ചവരൊക്കെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്യുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ നമുക്ക് ഏവർക്കും ഈ വലിയ വാരം നമ്മളുമായി ഏറെ താതാത്മ്യമുണ്ടെന്ന് ചിന്തിക്കുന്നതായതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ, കുർബാന കാണാൻ, കുർബാന പങ്കെടുക്കാൻ ഒക്കെ നമുക്ക് ആഗ്രഹം തോന്നുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കൊക്കെ സുപരിചിതമാണ്. ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നത്തെ 2ാമത്തെ വായനയിലെ സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയായിരുന്നത്. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയായിരുന്നു: ഈ കുഴിയിൽ നിന്ന് ഞാൻ നിന്നെ സ്വതന്ത്രരാക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വിവിധമായിട്ടുള്ള കുഴികളിൽ വീണ് കിടക്കുന്ന നമുക്ക് ഈ ഓശാന പാടേണ്ട ദിവസങ്ങളാണിത്. കുഞ്ഞുമക്കളെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നില്ലേ? ഈ ഓശാന ഞായറാഴ്ചയുടെ പ്രദക്ഷിണത്തിലൊക്കെ വരുമ്പോൾ എന്തുമാത്രം ശ്രദ്ധയോടെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കരുതുന്നത്. അവർ റോഡിലേക്ക് ഓടുന്നുണ്ടോ, അമ്മയുടെ ഒപ്പം നിൽക്കുന്നുണ്ടോ എന്ന് അപ്പന്മാർ ഇടക്കണ്ണിട്ട് നോക്കുന്നു. അപ്പൻ്റെ ഒപ്പം ഉണ്ടോ എന്ന് അമ്മമാർ വളരെ വിദഗ്ധമായി നോക്കുന്നു. ഇതൊക്കെ എവിടെയൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും കുഞ്ഞ് അവിടെയുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന പാരൻസിനെ ഇവിടെ നിന്ന് നോക്കുമ്പോഴായിട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇത്രയൊക്കെ ശ്രദ്ധയോടെ വളർത്തിയ മക്കള് തൻ്റെ വയസ്സാങ്കാലത്ത് അവരെ നോക്കാതെ, അവരെ നോക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ, നറുക്കിടുമ്പോഴൊക്കെ നിങ്ങൾ കുഴിയിലാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കണം ഓശാന. വിവിധമായിട്ടുള്ള രോഗങ്ങളാൽ ക്ലേശിക്കപ്പെട്ട് രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ ജെറുസലേമിൻ്റെ ആ മണ്ഡപത്തിൽ കിടന്ന് 38 വർഷമായിട്ട് കിടന്ന ആ തളർവാദ രോഗിയെ പോലെ, 38 വർഷം എന്ന് പറഞ്ഞാൽ കർത്താവ് ജനിക്കുന്നതിന് 5 വർഷം മുൻപേ അവൻ കിടക്കുന്നതാണ് അവിടെ. ഇങ്ങനെയൊക്കെ ബന്ധനത്തിലും കുഴിയിലൊക്കെ വീണ് കിടക്കുന്ന മനുഷ്യരെ പ്രാർത്ഥിക്കണം ഓശാന, ഞങ്ങളെ രക്ഷിക്കണേ. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കാനായിട്ട് ആരുമില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്. എന്നെ രക്ഷിക്കാൻ എനിക്ക് ബലമുണ്ട്, ബന്ധുബലമുണ്ട്, മസിൽ പവറുണ്ട്, മണി പവറുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തിക്ക് കർത്താവിനെ ആശ്രയിക്കാനൊന്നും തോന്നില്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ തനിക്ക് ആരുമില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലൂടെ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് ചങ്കുപൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും ഓശാന പാടാൻ. ഇന്നൊന്നും എല്ലാം സുഖമായിട്ട് നടക്കുന്ന സമയത്ത്, എല്ലാം സന്തോഷമായിട്ട് നടക്കുന്ന സമയത്ത് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പാടാനും പറയാനും ഒരുപക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരികില്ല. ഈ അനുഭവത്തിലൂടെ എപ്പോഴെങ്കിലും കടന്നുപോയവരൊക്കെയല്ലേ നമ്മൾ. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുഴിയിൽ നിന്ന് കരയറാനായിട്ട് കർത്താവിൻ്റെ കരബലം മാത്രമേ കൂടെയുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഓശാന ഞായറാഴ്ചയുടെ പ്രസക്തി. രക്ഷകനായ യേശുവില് അവർ കണ്ടത് ഈ ലോകത്തെ രക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മിശിഹായായിരുന്നു. പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കർത്താവ് വളരുന്നില്ലെന്ന് കണ്ടപ്പോൾ അവനെ കല്ലെറിയാനും ക്രൂശിക്കാനും തുടങ്ങിയ ഒരു ജനം, ഈ ജനത്തിന്റെ പുകഴ്ചയ്ക്ക് ഇത്രയേ പ്രസക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കി അവന്റെ കയ്യടികൾക്കും അടികൾക്കും മുൻപ് പതറാതെ, അസ്വസ്ഥരാകാതെ സമചിത്തതയോടുകൂടെ അവ സഹിക്കാനായിട്ടുള്ള കരുത്തിന് വേണ്ടിയാണ് ഓശാന ഞായറാഴ്ച പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിനെ ചുമക്കുന്ന കഴുതയല്ല, കർത്താവ് ചുമക്കുന്ന കഴുതയാണ് എന്ന് മനസ്സിലാകുന്നതോർത്താണ് ഓശാന പ്രാർത്ഥനയുടെ അർത്ഥം ആരംഭിക്കുന്നത്. കർത്താവിനെ ചുമക്കുന്ന കഴുതയാണ് എന്ന് അഹങ്കരിച്ചുകൊണ്ട് പൗരോഹിത്യത്തിന്റെ വഴികളിലൂടെ നടക്കുമ്പോഴൊക്കെ, സമർപ്പിത ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും വഴികളിലൂടെ നടക്കുമ്പോഴൊക്കെ ഒരൊട്ടഹങ്കാരം നമുക്കുണ്ടാകും. അഹങ്കരിക്കുമ്പോഴൊക്കെ ബലവാനായ ദൈവമേ, എൻ്റെ ബലഹീനതകളെ നീ എന്നെ ഓർമ്മപ്പെടുത്തണമേ,
എപ്പോഴൊക്കെ അപകർഷതാബോധത്തിലേക്ക് ഞാൻ താണു പോകുന്നുവോ അപ്പോഴൊക്കെ കർത്താവേ നിന്റെ ബലത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ടുള്ള കരുത്തും കൃപയും നീ നൽകണമേ. ആത്മാർത്ഥമായിട്ട് ഈ ഓശാന ഞായറാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യനും അനാഥനല്ല. സാരമില്ല എന്ന് പറഞ്ഞുയർത്തി സാന്ത്വനിപ്പിക്കാൻ ആരുമില്ലാത്ത കുഞ്ഞ് നിലത്ത് വീണാൽ കരയില്ല. കാരണം അവൻ ആരുമില്ല എന്നുള്ള ബോധ്യം അവനുണ്ട്. പക്ഷേ നിലത്ത് വീണാൽ കരയുന്നൊരു കുഞ്ഞിന്റെ മനസ്സിലെ അവന്റെ അപ്പനെ കുറിച്ച്, അവന്റെ അമ്മയെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ വീണാൽ, ഞാൻ കരഞ്ഞാൽ ഓടിയെത്തുന്ന ഒരു അപ്പൻ എനിക്കുണ്ടെന്ന്. യാൽത്താരമേശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇവിടേക്ക് കരഞ്ഞു വന്നവരാരും കരഞ്ഞു പോയിട്ടില്ല. തിരിച്ച് വിത്ത് ചുമന്ന് വിഷാദിച്ചവർ കറ്റ ചുമന്ന് സന്തോഷിച്ചു പോയ ചരിത്രമേ ക്രിസ്ത്യാനിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, യോശാന ഞായറാഴ്ച നിങ്ങൾ ഏതൊക്കെ കുഴികളിൽ വീണ് കിടക്കുന്നുവോ ആ കുഴിയിൽ നിന്ന് കരയറ്റാൻ കരുത്തനായ കർത്താവാണ് കൂടെയുള്ളതെന്ന് മനസ്സിലാക്കി ഓശാന പാടാൻ നമുക്ക് സാധിക്കണം. എവിടെയാണോ കംപ്ലൈന്റ് അവിടേക്ക് പോയാലാണ് തിരുത്തപ്പെടുക. നമുക്കറിയാം, ഒരു ബസ് കേടായി കഴിഞ്ഞാൽ, ഈ മഠത്തിന്റെ അടുത്തൊക്കെ 3-4 ബസ്സുകൾ സ്ഥിരം കിടക്കുന്നതാണ്. ബസ്സിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വികാരിച്ചന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, സ്കൂട്ടർ നന്നാക്കുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പോകേണ്ടത് ബസ് നന്നാക്കുന്ന അല്ലെങ്കിൽ ബസ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. നമുക്കൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, പല ഓട്ടങ്ങളാണ്. ഇതെവിടെയെങ്കിലും ഒന്ന് നന്നാക്കി കിട്ടണം. സൃഷ്ടിച്ചവനിലേക്ക് വരുന്നിടത്താണ് ആ സൃഷ്ടിയുടെ കുഴപ്പങ്ങൾ തീരുക. എവിടെയാണോ അത് മാനുഫാക്ചർ ചെയ്ത്, ഇപ്പോൾ വീഗാർഡിന്റെ ഇൻവെർട്ടർ കേടായി കഴിഞ്ഞാൽ ഹൈടെക്കിൽ കൊണ്ടോ അല്ലെങ്കിൽ ഹൈക്കണിൽ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? അത് വീഗാർഡിന്റെ കമ്പനിയിൽ കൊണ്ടു കൊടുക്കണം. നമ്മളെ സൃഷ്ടിച്ച കർത്താവാണ്, നമ്മളെ രക്ഷിക്കുന്നത് കർത്താവാണ്. നമുക്കെന്തെങ്കിലും കുഴപ്പങ്ങളോ കുഴികളിലൊക്കെ ചാടി വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വരേണ്ടത് ഈ കർത്താവിൻ്റെ അടുത്തേക്കാണ്, സൃഷ്ടിച്ചവൻ്റെ അടുത്തേക്കാണ്. അവന് മാത്രമേ അത് കറക്റ്റായിട്ട് ശരിയാക്കാൻ അറിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഓശാന ഞായറാഴ്ച വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആത്മപരിശോധന ചെയ്യുക. വലിയ നോമ്പിൻ്റെ ആരംഭത്തിലെ വിഭൂതി തിങ്കളാഴ്ച നമ്മൾ ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് ദേവാലയത്തിൽ കൂടിയതാണ്. അന്ന് ചാരം പൂശി നെറ്റിയിൽ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട് ഈ നോമ്പ് കാലത്ത് ചെയ്തു കൂട്ടാനായിട്ട്. എടുത്ത പ്രതിജ്ഞകളിൽ പലതും പാളിപ്പോയിട്ടുള്ളവരാണ് കൂടുതലും ഇവിടെ ഇരിക്കുന്നവർ. സാരമില്ല മക്കളെ, നിങ്ങളുടെ ശ്രമങ്ങൾക്ക് വിലയിടുന്ന, നിങ്ങളുടെ പരാജയങ്ങളെ നോക്കാതെ നിങ്ങളുടെ ശ്രമങ്ങൾക്ക് വിലയിടുന്ന കർത്താവാണ് കൂടെയുള്ളത്. ഇന്ന് കുംഭസാര ദിവസമാണ് നമുക്ക്. ഇന്ന് വലിയ ആഴ്ചയുടെ ആരംഭമാണ്. ഇതുവരെ പോയതൊക്കെ പോയി ഇന്ന് മുതൽ ഒരു പുതുജീവിതം ആരംഭിക്കാൻ നമുക്ക് നിശ്ചയിക്കാം. ഈ കുരുത്തോല പിടിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ രക്ഷകരായി തീരാനായിട്ടുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ അയൽക്കാരുടെ, നമ്മുടെ ശത്രുക്കളുടെ രക്ഷകരായിട്ട് മാറാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വവും ഈ കുരുത്തോല നമുക്ക് നൽകുന്നുണ്ട്. രക്ഷിച്ച കർത്താവിൽ നിന്ന് ആനുകൂല്യം പറ്റുമ്പോൾ ആ ആനുകൂല്യത്തിൻ്റെ ഏജൻസികളായിട്ട് മാറാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ചുമന്നുകൊണ്ട് ഈ കുരുത്തോലയും കൈപിടിച്ചു പോകുമ്പോൾ ഇന്നു മുതൽ ഒരു യു-ടേൺ നമ്മുടെ ജീവിതത്തിലെടുക്കാം. ഇന്ന് ഉച്ചതിരിഞ്ഞ് വിശുദ്ധ കുംഭസാരത്തിലൂടെ ഈ വലിയ ആഴ്ചയുടെ വിശുദ്ധിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് അനുദപിക്കാം. കർത്താവെ, അഹങ്കരിച്ച നിമിഷങ്ങളുണ്ട്. സ്വന്തമെന്ന് പറയാനായിട്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളൊഴിച്ച് ഒന്നുമില്ലാത്ത പാപിയായ ഞാൻ എന്തൊക്കെയോ ആണെന്ന് അഹങ്കരിച്ചിട്ടുണ്ട്. കർത്താവിനെ ചുമക്കുന്ന കഴുതയല്ല, കർത്താവ് ചുമക്കുന്ന കഴുതയാണ് ഞാൻ. ആമേൻ.